സോഷ്യൽ മൊബിലിറ്റി അതാണ് നമ്മൾ ഇന്ന് ഫോർത്ത് സെമ്മില് ചാപ്റ്റർ 7 യൂണിറ്റ് 2 സോഷ്യൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ അതോ ഗ്രൂപ്പോ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറുന്ന പ്രക്രിയയാണ് എന്ത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം, അവരുടെ സ്റ്റാറ്റസിൽ എന്താവുക ചേഞ്ചസ് ഉണ്ടാവാം. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയാം. Social mobility is the movements of individuals or groups from one social status or layers to another. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മിൽസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മിൽസ്, സോഷ്യൽ മൊബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് ടു മൂവ് upward or downward in status based on wealth, occupation, education or some other social variables. എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ എന്താണ് ഒരു ഗ്രൂപ്പിനോ ഒരു ഇൻഡിവിജ്വലിനോ എന്ത് സംഭവിക്കുക സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവാം, അവരുടെ സ്റ്റാറ്റസിന്റെ ചേഞ്ചസ് ഉണ്ടാവാം. അത് അപ്വേർഡ് ആവാം അല്ലെങ്കിൽ എന്താവാം ഡൗൺവേർഡ് ആവാം. എന്തിൻ്റെ ഒക്കെ ബേസിൽ വെൽത്തിന്റെ ബേസിൽ, ഒക്യുപ്പേഷന്റെ ബേസിൽ, എഡ്യൂക്കേഷന്റെ ബേസിൽ ഒക്കെ എന്താ സ്റ്റാറ്റസിൽ ചേഞ്ചസ് സംഭവിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാ ഫാക്ടേഴ്സ് സോഷ്യൽ മൊബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്ത് എഡ്യൂക്കേഷൻ. അറിയാലേ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കൊക്കെ മാറ്റങ്ങൾ വരില്ലേ. അപ്പൊ അതൊരു മൂവ്മെന്റ് അല്ലേ, അത് സോഷ്യൽ മൊബിലിറ്റി അല്ലേ. അപ്പൊ എഡ്യൂക്കേഷനും ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് എന്ത് എഡ്യൂക്കേഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ മൂവിങ് അപ്പ്. സ്കിൽസ് ആൻഡ് ടാലന്റ്. നമ്മളുടെ ഒരു വ്യക്തിക്ക് സ്കിൽസും ടാലന്റും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. ആ വ്യക്തിക്കും എന്താ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ വ്യത്യാസം വരും. ഇൻഡിവിജ്വൽ ഹാർഡ് വർക്ക് ആൻഡ് ഇന്റലിജൻസ്. അവരുടെ ബുദ്ധിയും ഹാർഡ് വർക്കും എന്ത് സംഭവിക്കും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിൽ ചേഞ്ചസ് വരുത്താൻ സഹായിക്കും. അടുത്തത് മോട്ടിവേഷൻ. ദ ഡിസയർ ടു അച്ചീവ് എ ബെറ്റർ ലൈഫ്. നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ആൾക്കാർക്ക് അവരുടെ ഒരു ബെറ്റർ ലൈഫ് അച്ചീവ് ചെയ്യാൻ സഹായിക്കില്ലേ, അതാണ് പറയണത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ടെക്നോളജി ക്രിയേറ്റ്സ് ന്യൂ ടൈപ്പ് ഓഫ് ജോബ്സ്. നമ്മുടെ ഏരിയകളിലൊക്കെ പുതിയ ഫാക്ടറികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കുറേ ആൾക്കാർക്ക് ജോലി ലഭിക്കും അല്ലേ. അപ്പോൾ അതൊരു സോഷ്യൽ മൊബിലിറ്റി അല്ലേ. താഴേക്കിട അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്തിരുന്നവർക്ക് ഇച്ചിരി കൂടി ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ലെവലിലുള്ള ജോലിയിലേക്ക് മാറാം എന്ന് പറയുന്നത് എന്താണ് ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഭാഗമാണ്. നെക്സ്റ്റ് മൈഗ്രേഷൻ. മൂവിങ് ടു സിറ്റീസ് ഓർ അതർ കൺട്രീസ് ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ജോലിക്ക് വേണ്ടി മാറിപ്പോകും അല്ലെ. അതാണ് മൈഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതും എന്താണ് ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ ഫാക്ടറാണ്. പിന്നെ ഗവൺമെന്റ് പോളിസീസ്. ഏതൊക്കെയാ ഗവൺമെന്റ് പോളിസി? ലോ ആൻഡ് റിസർവേഷൻ ദാറ്റ് ഹെൽപ്പ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. മാർജിനലൈസ്ഡ് എന്ന് അറിയാലോ നമ്മൾ തള്ളപ്പെട്ട അല്ലെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഒന്നിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയ കുറച്ച് വ്യക്തികളെയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മാർജിനലൈസ്ഡ് പീപ്പിൾസ് എന്ന് പറയാം. അപ്പൊ അവരുടെ എന്താ ചെയ്യാം സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പല നിയമങ്ങളും പിന്നെന്താണ് സംവരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം എന്ത് സഹായിക്കും അവരുടെ സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്താ സോഷ്യൽ മൊബിലിറ്റിക്ക് അത് സ്റ്റാറ്റസ് മാറുമ്പോൾ തന്നെ എന്താ സോഷ്യൽ മൊബിലിറ്റി വന്നു അല്ലെ. അപ്പൊ അതിന് സഹായിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഗവൺമെന്റ് പോളിസി. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് ടാലന്റ്, മോട്ടിവേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ടെക്നോളജി, മൈഗ്രേഷൻ, ഗവൺമെന്റ് പോളിസീസ്. സോഷ്യൽ മൊബിലിറ്റി എന്താന്ന് പറഞ്ഞു, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചു. ഇനി ടൈപ്പ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. രണ്ട് തരത്തിലാണ് സോഷ്യൽ മൊബിലിറ്റി ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ മൊബിലിറ്റി, മറ്റൊന്ന് വെർട്ടിക്കൽ മൊബിലിറ്റി. എന്താണ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പദവിയിൽ മാറ്റം വരാതെ സ്ഥലം മാറ്റം ലഭിക്കുക അല്ലെ. ഒരേ പദവിയിൽ തന്നെയായിരിക്കും അദ്ദേഹം തുടർന്നു പോകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ഒരു LP സ്കൂളിൽ അധ്യാപകന് മറ്റൊരു LP സ്കൂളിലേക്ക് മാറ്റം ലഭിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ മാറ്റം വന്നോ? ഇല്ല. അവിടെയും LP അധ്യാപകനായിരുന്നു, ഇവിടെയും LP അധ്യാപകൻ തന്നെയാണ്, പക്ഷെ സ്ഥലം മാറി. അതാണ് ഇത് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. മൂവ്മെന്റ്സ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ അറ്റ് ദ സെയിം ലെവൽ. അത് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണേ. എഴുതുമ്പോൾ അറ്റ് ദ സെയിം ലെവൽ എന്ന് അടിയിൽ ഒരു ചെറിയൊരു വര വരച്ച് എഴുതണം കേട്ടോ.
ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെന്റ്സ് സംഭവിക്കുക ഒരേ പൊസിഷനിൽ തന്നെ, പക്ഷെ ലെവലിൽ എന്ത് സംഭവിക്കുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ മൂവിങ് വൺ സ്കൂൾ ടു അനദർ, നോ ചേഞ്ച് ഇൻ സ്റ്റാറ്റസ്. അടുത്തത് വെർട്ടിക്കൽ മൊബിലിറ്റി. വെർട്ടിക്കൽ മൊബിലിറ്റി മൂവ്മെന്റ്സ് അപ്പ് ഓർ ഡൗൺ ദ സോഷ്യൽ ലാഡർ. മൂവ്മെന്റ്സ് അപ്വേർഡ് ആവാം, ഡൗൺവേർഡ് ആവാം. സമൂഹത്തിലെ താഴെ തട്ടിലേക്കോ മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴേക്കോ ഉള്ള മാറ്റമാണ് എന്ത്, വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്വേർഡ് മൊബിലിറ്റി മൂവിങ് ടു എ ഹയർ സ്റ്റാറ്റസ്. എന്താ, ഇവിടെ താഴേക്കിടയിലുള്ള സ്റ്റാറ്റസിൽ നിന്നും അവർ ഹയർ ലെവലിലേക്ക് മാറാം. എക്സാമ്പിൾ ആയിട്ട് ക്ലർക്ക് ബിക്കം എ മാനേജർ. ഒരു ക്ലർക്കായിരുന്ന ആൾ എന്തായി മാറാണ്, മാനേജറായി മാറാണ്. അതൊരു സോഷ്യൽ മൊബിലിറ്റി ആണ് അല്ലെ. താഴെ നിന്നിരുന്നതിൽ നിന്ന് മുകളിലേക്ക് ഒരു മാറ്റം, പ്രൊമോഷൻ കിട്ടി. അതെന്താണ്, അപ്വേർഡ് മൊബിലിറ്റി ആണ്. അടുത്തത് ഡൗൺവേർഡ് മൊബിലിറ്റി മൂവിങ് ടു ലോവർ സ്റ്റാറ്റസ്. അതായത് ലൂസിങ് ഹയർ പേയിങ് ജോബ്. ഇപ്പോൾ നല്ലൊരു പൊസിഷനിലിരുന്നു, ഒരു മാനേജർ ആയിരുന്ന ഒരാളായിരുന്നു, എന്തെങ്കിലും പണിഷ്മെന്റോ മറ്റുള്ളതിലായിട്ട് അയാൾ എന്താണ് മാനേജർ പോസ്റ്റിൽ നിന്ന് പോയിട്ട് ക്ലർക്കിലേക്കോ അല്ലെങ്കിൽ അതിന്റെ താഴെ സ്റ്റാഫായിട്ടൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്ത അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അയാളെ സ്റ്റാറ്റസിൽ മാറ്റം വന്നു അല്ലെ. അത് ഡൗൺവേർഡ് മൂവ്മെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അതെന്താണ്, ഡൗൺവേർഡ് മൊബിലിറ്റി ആണ്. ഇനി വെർട്ടിക്കൽ മൊബിലിറ്റി രണ്ട് തരത്തിലാണുള്ളത്, ഇന്റർ ജനറേഷണൽ മൊബിലിറ്റിയും ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റിയും. എന്താണ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ സ്റ്റാറ്റസ് ബിറ്റ്വീൻ ജനറേഷൻ. അതായത് ജനറേഷനിൽ കൊണ്ട്, ജനറേഷൻ വന്നുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുക. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഒരു കർഷകനായിരുന്ന ആള് അയാളെ മകനെ പഠിപ്പിച്ച് ആരാക്കാണ്, ഒരു ഡോക്ടറാക്കാണ് അല്ലെ. അപ്പൊ അച്ഛൻ കർഷകനായിരുന്നു, പക്ഷെ മകൻ ആരായി മാറി, ഡോക്ടറായി മാറി. അപ്പൊ ജനറേഷൻ കൊണ്ടാണ് അവിടെ ഒരു സ്റ്റാറ്റസിൽ മാറ്റം വന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ജനറേഷൻ കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്, സ്റ്റാറ്റസിൽ വ്യത്യാസം വന്നത്. ചേഞ്ച് ഇൻ സ്റ്റാറ്റസ് ബിറ്റ്വീൻ ജനറേഷൻസ്. അടുത്തത് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഇന്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, ജനറേഷനുകൾ കൊണ്ടാണ് മാറ്റം സംഭവിച്ചത്. പക്ഷേ ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ലൈഫ് ടൈമിൽ തന്നെ, ആ ഒരു വ്യക്തിയിൽ തന്നെയാണ്, ആ ഒരു വ്യക്തിയുടെ ലൈഫ് ടൈമിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, സ്റ്റാറ്റസിൽ വ്യത്യാസം വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം ഒരു എന്താ ലേബർ ആയിരുന്നു, ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും സ്കിൽസും ഒക്കെ കൊണ്ട് അദ്ദേഹം ആരായി മാറാണ്, ആ ഒരു കടയുടെ ഉടമസ്ഥനായി മാറാണ്, ഒരു ബിസിനസിന്റെ ഓണറായി മാറാണ്. അപ്പൊ ആ ഒരു വ്യക്തിയിൽ തന്നെയല്ലേ ആ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിൽ ചേഞ്ചസ് വന്നത്. അപ്പൊ അതാണ് എന്ത്, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി. ഒരു വ്യക്തിയിൽ തന്നെ, ആ ഒരു വ്യക്തിയുടെ ലൈഫ് ടൈമിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ്, ചേഞ്ചസ് സംഭവിക്കുകയാണ്. അല്ലാതെ ജനറേഷൻ എടുത്തില്ല, മക്കളിലൂടെയല്ല മാറ്റം വരുത്തിയത്, അദ്ദേഹത്തിലൂടെ തന്നെ മാറ്റം വരാണ് സ്റ്റാറ്റസിൽ. അതാണ് എന്ത്, ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ സ്റ്റാറ്റസ് വിത്ത് ഇൻ എ പേഴ്സൺസ് ഓവൺ ലൈഫ് ടൈം. എക്സാമ്പിൾ സ്റ്റാർട്ടിങ് എ ലേബർ ആൻഡ് എൻഡിങ് ആസ് എ ബിസിനസ് ഓണർ. മനസ്സിലായില്ലേ എന്താണ് സോഷ്യൽ മൊബിലിറ്റി, അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, മോട്ടിവേഷൻ, അതൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ടൈപ്പ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മൊബിലിറ്റി ഉണ്ട്, വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ട്. ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ലെവലാണ്, പക്ഷെ അതിൽ സ്റ്റാറ്റസിലൊന്നും യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. പക്ഷെ വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആയിട്ടും മാറ്റം സംഭവിക്കാം, ഡൗൺവേർഡ് ആയിട്ടും മാറ്റം സംഭവിക്കാം. അപ്വേർഡ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലർക്ക് അയാൾ മാനേജർ ആവാം അല്ലെ. ഡൗൺവേർഡ് ആകുമ്പോൾ എന്താണ്, മാനേജർ അയാൾ ക്ലർക്ക് ആവാം, അല്ലെങ്കിൽ അത് ആ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് പോവാം. പിന്നെ ഇന്റർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറേഷനിൽ കൊണ്ടാണ് അവരുടെ സ്റ്റാറ്റസിൽ മാറ്റം വരുന്നത്. കർഷകനായ അച്ഛൻ ആരുണ്ടാവാം, ഡോക്ടറായ ഒരു മകന് ഉണ്ടാവാം. അച്ഛൻ കർഷകനായിരുന്നു, മകൻ ആരായി മാറാണ്, പഠിച്ച് നല്ലൊരു ഡോക്ടറായി മാറാണ്. അതാണ് ഇന്റർ ജനറേഷൻ. ഇൻട്രാ എന്ന് പറയുന്നത് അവനവനിൽ തന്നെ. ചേഞ്ച് ഇൻ സ്റ്റാറ്റസ് വിത്തിൻ എ പേഴ്സൺസ് ഓവർ ലൈഫ് ടൈം. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ തന്നെ, ആ ഒരു വ്യക്തിയിൽ തന്നെ എന്താണ് സ്റ്റാറ്റസിൽ ചേഞ്ചസ് വരാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ജോലി ലേബറായി സ്റ്റാർട്ട് ചെയ്യുകയും അയാൾ പിന്നെ അവസാനം എന്താവാണ്, ബിസിനസ് ഓണർ ആവുകയും ചെയ്യാണ്. അതാണ് ഇൻട്രാ ജനറേഷണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാട്ടോ. ഇതിൽ നിന്നൊക്കെ എന്തായാലും 2 മാർക്ക് 4 മാർക്ക് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. നന്നായി പഠിക്കണേ. PDF ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ സോഷ്യൽ മൊബിലിറ്റിയെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതെന്നാണ് നോക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ.
സ്റ്റാറ്റസ് ക്ലിംബേഴ്സ് എന്ന പദവി ഉയർത്തുന്നു. എഡ്യൂക്കേഷൻ ഒരാളുടെ എന്ത് ചെയ്യാണ്, ഒരാൾ സമൂഹത്തിലെ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്ന നിലയിലേക്ക് മാറുവാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു അല്ലെ. നമുക്കറിയാം അല്ലെ, വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്ന നിലയിലേക്ക് മാറുവാനായിട്ട് വിദ്യാഭ്യാസം അയാളെ സഹായിക്കും. സ്റ്റാറ്റസ് ക്ലിംബർ. എഡ്യൂക്കേഷൻ ഹെൽപ്പ് എ പേഴ്സൺ മൂവ് ഫ്രം എ ലോവർ സോഷ്യൽ പൊസിഷൻ ടു എ ഹയർ വൺ. വെർട്ടിക്കൽ മൊബിലിറ്റിയൊക്കെ ഒരു എക്സാമ്പിളും കൂടിയാണിത് കേട്ടോ. ഇനി അടുത്തത് ജോബ് ഗെറ്റ്വേ. എന്താണ്? ജോലി സാധ്യത കൂടുക അല്ലെ. ഡോക്ടർ, എഞ്ചിനീയർ, ഓഫീസർ തുടങ്ങിയ ഉയർന്ന തസ്തികകളിലേക്ക് എത്തുവാനുള്ള ബിരുദവും കഴിവും വിദ്യാഭ്യാസം നൽകുക അല്ലെ. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയൊക്കെ മാറാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, ഉയർന്ന ഒരു തസ്തികയിലേക്ക് നമുക്ക് എത്തും, നല്ലൊരു ജോബ് കിട്ടും അല്ലെ. ഇറ്റ് പ്രൊവൈഡ് ദ ഡിഗ്രി ആൻഡ് സ്കിൽസ് നീഡ് ഫോർ ഹൈ റാങ്കിങ് ജോബ്സ് ലൈക്ക് ഡോക്ടർ, എഞ്ചിനീയേഴ്സ് ഓർ ഓഫീസേഴ്സ്. അടുത്തത് ഇൻകം ബൂസ്റ്റർ. ഇൻകം ബൂസ്റ്റർ എന്താ? നമുക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് നല്ല ശമ്പളവും കിട്ടും. അപ്പൊ അതെന്താ, നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും അല്ലെ. നമ്മൾ പിന്നെ ജീവിതത്തിൽ നിലവാരത്തിൽ വ്യത്യാസം വരില്ലേ, അതാണ് ഇൻകം ബൂസ്റ്റർ. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നല്ല ജോലി കിട്ടും. നല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നല്ല ഇൻകം കിട്ടും. ദ ബെറ്റർ എഡ്യൂക്കേഷൻ ലീഡ് ടു ബെറ്റർ പേയിങ് ജോബ്സ് വിച്ച് ഇംപ്രൂവ് പേഴ്സൺസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ക്ലാസസ്. അടുത്തത് ഇക്വാലിറ്റി പ്രൊവൈഡർ. ഇറ്റ് ഗീവ്സ് പുവർ ആൻഡ് ബാക്ക്വേർഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി എ ചേഞ്ച് ടു കോമ്പീറ്റ് ആൻഡ് റീച്ച് ദ ടോപ്പ് ലെവൽ. നമ്മുടെ ഇക്വാലിറ്റി, എല്ലാവർക്കും തുല്യത ഉണ്ടല്ലേ വിദ്യാഭ്യാസത്തിൽ. കാസ്റ്റിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാസ്റ്റിന്റെ മറ്റുള്ളതിന്റെ പേരിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റി നിർത്താൻ പാടില്ല. അപ്പൊ ഈ ഒരു അവസരം അല്ലെ, പാവപ്പെട്ടവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും സമൂഹത്തിന്റെ മുൻനിരയിലെത്തുവാനായിട്ട് വിദ്യാഭ്യാസം എന്ത് നേരുന്നുണ്ട്, തുല്യ അവസരം നൽകുന്നുണ്ട്. മോഡേൺ തിങ്കിങ്, ആധുനിക ചിന്താഗതി അല്ലെ. നമ്മൾ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, പഴയ രീതിയിലുള്ള ചിന്തകൾ മാറ്റി പുതിയ കാലത്തിനനുസരിച്ച് അല്ലെ, സൊസൈറ്റിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടുള്ള പെരുമാറാനും ജീവിത രീതിയും സ്വീകരിക്കാനായിട്ട് സഹായിക്കുന്നു. മോഡേൺ തിങ്കിങ്. എഡ്യൂക്കേഷൻ ചേഞ്ച് ഓൾഡ് മൈൻഡ് സെറ്റ് ആൻഡ് ഹെൽപ്പ് പീപ്പിൾ അഡാപ്റ്റ് മോഡേൺ ബിഹേവിയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ. മെറിറ്റ് ഓവർ ബെർത്ത്. കഴിവിന് പ്രാധാന്യം നൽകുക. എന്താണ്, പാരമ്പര്യമായി കിട്ടുന്ന പദവിയേക്കാൾ ഒരാളുടെ കഴിവിനെയും അധ്വാനത്തിനും പ്രാധാന്യം നൽകാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു അല്ലെ. നമുക്കറിയാം, ഓരോരുത്തർ പരമ്പരാഗതമായിട്ടൊന്നല്ല ഇപ്പോൾ അല്ലെ, പല കാര്യങ്ങളും ഓരോരുത്തരുടെ വ്യക്തികളുടെ കഴിവനുസരിച്ചിട്ടാണ് എന്ത് നൽകുന്നത്, നമ്മൾ അധ്വാനം കഴിവനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് പദവി നൽകുന്നത്. അപ്പോൾ മെറിറ്റ് ഓവർ ബെർത്ത്. ജന്മനാല് അല്ലെങ്കിൽ ഇങ്ങനെ ഡോക്ടർ മകനായി ജനിച്ചുകൊണ്ട് ഒരു ഡോക്ടർ ആവോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം അല്ലല്ലോ, ആ വ്യക്തിക്ക് കഴിവും അയാൾക്ക് ടാലന്റും ഉണ്ടെങ്കിലാണ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അത് എന്ത് മൂലമാണ് സഹായിക്കുന്നത്, വിദ്യാഭ്യാസം മൂലമാണ് അതിന് സഹായിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ചിൽഡ്രൻ. തലമുറകളുടെ മാറ്റം. മാതാപിതാക്കളെക്കാൾ ഉയർന്ന പദവിയിലേക്കും ജീവിതത്തിലേക്കും എത്താൻ മക്കളെ പ്രാപ്തരാക്കുന്നു അല്ലെ. എല്ലാ മാതാപിതാക്കളും വിചാരിക്കുക തൻ്റെ മക്കൾ തന്നേക്കാളും നല്ല ലെവലിൽ എത്തണം എന്നാണ്. അപ്പോൾ ആ ഒരു ലെവല്, ഫ്യൂച്ചർ ഓഫ് ചിൽഡ്രൻ, ഇറ്റ് അലൗ ചിൽഡ്രൻ ടു അച്ചീവ് എ മച്ച് ബെറ്റർ ലൈഫ് ആൻഡ് സ്റ്റാറ്റസ് ദെൻ ദെയർ പാരൻസ്. അതാണ് ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി. നമ്മൾ പറഞ്ഞു, കർഷകൻ എന്താവും, അവൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ച് ഒരു നല്ലൊരു ഡോക്ടറാക്കാൻ അല്ലെ, അതിലും നല്ല പൊസിഷനിലേക്ക് എത്തിക്കാനല്ലേ നോക്കുള്ളൂ. അത് എന്ത് മൂലമാണ് സഹായിക്കുന്നത്, എഡ്യൂക്കേഷൻ മൂലമാണ് ഈ സോഷ്യൽ മൊബിലിറ്റി സാധ്യമാകുന്നത്. അടുത്തത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്. എന്താണ്, തടസ്സങ്ങൾ നീക്കുക. ജാതി വ്യവസ്ഥയോ മറ്റ് വിവേചനങ്ങളോ കാരണം പിന്നാക്കം പോയവർക്ക് അറിവിലൂടെ ആ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്താണ്, എല്ലാവർക്കും തുല്യ അവകാശമാണ് അല്ലെ. ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും മാറ്റി നിർത്താൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് എന്താണ്, എല്ലാവർക്കും തുല്യത നൽകാണ്. അപ്പം നമ്മൾക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു വ്യവസ്ഥകളിലൊക്കെ മാറ്റം വന്നിട്ടില്ലേ, അതൊക്കെ എന്തിലൂടെയാണ് സാധിച്ചത്, എഡ്യൂക്കേഷനിലൂടെയാണ് സാധിച്ചത്. എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിൻ്റെ സോഷ്യൽ മൊബിലിറ്റിയുടെ അല്ലെ. എഡ്യൂക്കേഷൻ ഏതൊക്കെ രീതിയിലാണ് സോഷ്യൽ മൊബിലിറ്റിയെ സഹായിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ അടുത്തത് നോക്കുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റിയെ എന്താ, സമൂഹത്തെ വിവിധ ഗ്രൂപ്പുകളായോ തട്ടുകളായോ തരംതിരിക്കുന്ന പ്രക്രിയ. അത് ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക നില, അധികാരം, പദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ ഉയർന്നതും താഴ്ന്നതുമായ സ്ഥാനങ്ങളിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്.
Meaning, division of society. It term social stratification refers to the division of society into different layers, group or level. നമ്മൾ സമൂഹത്തിൻ്റെ പല ലെയറുകളായിട്ട് തരംതിരിക്കുക, ഗ്രൂപ്പുകളായിട്ടോ ലെയറുകളായിട്ടോ തരംതിരിക്കുക, അതിനെയാണ് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ്. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ എ ഹൈറാർക്കി ബേസ്ഡ് ഓൺ ദെയർ എക്കണോമിക് സ്റ്റാറ്റസ്, പവർ ആൻഡ് പ്രസ്റ്റീജ്. വ്യക്തികളുടെ പവർ, പ്രസ്റ്റീജ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവരൊരു ഹൈറാർക്കിയലായിട്ട് ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നത്. Inequality. It represent a system where people are categorized into unequal group, higher or lower position. നമ്മൾ ഇന്നിക്വാലിറ്റി ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. ഇത് സമൂഹത്തിലെ വ്യക്തികൾക്കിടയിലുള്ള ഒരു തരം അസമത്വമാണ് സൃഷ്ടിക്കുന്നത്, ഇന്നിക്വാലിറ്റി ആണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുറിയുടെ ഡെഫിനിഷൻ എന്താണ്? Social stratification is the hierarchical arrangements of individuals into various hierarchies of wealth, status and power. സമ്പത്ത്, പദവി, അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ വിവിധ ശ്രേണികളായി തരംതിരിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുന്നതാണ് എന്ത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. മുറിയുടെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, മില്ലറിന്റെ 2 പേരെയും പഠിച്ചു വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത് മില്ലർ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ദ ഹൈറാർക്കിയൽ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ടു എ സിസ്റ്റം ഓഫ് സോഷ്യൽ പൊസിഷൻസ്. സാമൂഹിക സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ ഒരു ശ്രേണിയായി ക്രമീകരിക്കുന്ന രീതിയാണ്. അങ്ങനെ സാമൂഹ്യ സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ എന്ത് ചെയ്യുക, ഒരു ഹൈറാർക്കി ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യുക, ഒരു ശ്രേണിയായിട്ട് ക്രമീകരിക്കുന്ന രീതിയാണ് എന്ത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതാൻ പറ്റും? യൂണിവേഴ്സൽ ആണത്. യൂണിവേഴ്സൽ ആണെന്ന് പറയാൻ കാരണം എന്താണ്? അത് എല്ലാ ഹ്യൂമൻ സൊസൈറ്റിയിലെ ലോകത്തെല്ലായിടത്തും എന്ത് നിലനിൽക്കുന്നുണ്ട്? ഈ സോഷ്യൽ ഹൈറാർക്കി നമുക്ക് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ ഹ്യൂമൻ സൊസൈറ്റീസ് അക്രോസ് ദ വേൾഡ്. അടുത്ത നമുക്കത് എസെൻഷ്യൽ ആണെന്ന് പറയാം അല്ലെ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇറ്റ് ഈസ് എ ഇനേവേറ്റബിൾ ആൻഡ് നെസസറി പാർട്ട് ഓഫ് എവരി സോഷ്യൽ സിസ്റ്റം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ആണെന്ന് പറയാം. പിന്നെയോ ആൻഷ്യന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ കൺസെപ്റ്റ്. അത് ഇപ്പോ നിലനിന്ന് വന്നാണോ, ഇടക്കാലത്തെങ്ങാനും വെച്ച് വന്നാണോ? അല്ല അല്ലെ, എന്ന് തൊട്ടോ. അതായത് ഇറ്റ് എക്സിസ്റ്റ് സിൻസ് ആൻഷ്യന്റ് ടൈംസ് ഇൻ ഡിഫറെന്റ് ഫോംസ്. ഇന്ന് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല, പണ്ട്, അതായത് മനുഷ്യരാശി തുടങ്ങി കുറെ കാലങ്ങളായപ്പോൾ തൊട്ട് പണ്ടേ ഉള്ളൊരു സിസ്റ്റമാണ് അല്ലെ. പക്ഷെ അതിൽ പല മാറ്റങ്ങൾ മാത്രം വന്നു എന്നേ ഉള്ളൂ. പക്ഷെ ജാതി വ്യവസ്ഥയുടെ പേരിലോ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ ഓർത്തൊക്കെ പണ്ടും എന്തുണ്ടായിരുന്നു? ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരു ലെയേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കപ്പെട്ടിരുന്നു മനുഷ്യന്മാരാ അല്ലെ. അപ്പൊ അത് ഇന്നുണ്ടായതല്ല, പണ്ടേ നിലനിൽക്കുന്നതായിരുന്നു. പിന്നെയോ ഡൈവേഴ്സ് ഫോം. ദ വേ പീപ്പിൾ ആർ സ്ട്രാറ്റിഫൈഡ് വേരിയസ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. അതായത് ഇതെന്താണ്, എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടങ്ങളിൽ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ മറ്റു പല രീതികളിലാണെങ്കിലോ ഫോറിൻ കൺട്രീസിൽ, മറ്റു സ്ഥലങ്ങൾ, വിദേശങ്ങളിൽ എന്തായിരിക്കും? ക്ലാസ്സസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ കാസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ക്ലാസ്സുകളായിട്ടായിരിക്കും തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പല സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ട് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, തരംതിരിവ് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഓരോരുത്തരും അതിന്റെ ഫോമുകൾ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന പോലെയുള്ള ഒരു രീതിയിലായിരിക്കില്ല മറ്റു രാജ്യങ്ങളിൽ ഗ്രൂപ്പുകൾ തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാസ്റ്റ്, ക്ലാസ്. നമ്മുടെ ഇവിടങ്ങളിൽ എന്താണ്? കാസ്റ്റ് സിസ്റ്റം ആയിട്ടായിരുന്നു. അവിടെ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ക്ലാസ്സസ് ആയിട്ടാണ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ ഓരോ ഇതായിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ കാരണം it determine a person's life chances including their access to education, health and status. ഈ തരംതിരിവ് വരുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ
ഹെൽത്ത് സ്റ്റാറ്റസ് ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് വരുന്നത്, ക്ലാസ്സസ് ആയിട്ട് തരംതിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈറാർക്കി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ക്യാരക്ടർ ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ ആണ്, എസെൻഷ്യൽ ആണ്, പിന്നെയോ ആൻഷ്യൻ്റ് ആണ്, ഡൈവേഴ്സ് ഫോം ആണ്, പിന്നെ കോൺസിക്വൻഷ്യൽ ആണ്. കിട്ടിയില്ലേ? ടൈപ്പ്. ഇനി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ടൈപ്സ് ചോദിച്ചാൽ ഏതാണ്? കാസ്റ്റ് സിസ്റ്റം, ക്ലാസ് സിസ്റ്റം, എസ്റ്റേറ്റ് സിസ്റ്റം, സ്ലാവറി. ജാതി വ്യവസ്ഥ, വർഗ വ്യവസ്ഥ, പിന്നെയോ എസ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് അടിമത്തം. അപ്പോൾ എന്തൊക്കെയാണോ ഓരോന്ന് നോക്കാം. ജാതി വ്യവസ്ഥ എന്താണ്? കാസ്റ്റ് സിസ്റ്റം. ഒരാൾക്ക് ഏത് ജാതിയിൽ ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് മാറാൻ കഴിയത്തില്ല അല്ലെ, അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് പറയാം. ജാതി മാറാൻ കഴിയില്ല, അതൊരു അതുകൊണ്ട് അതിനെ നമുക്ക് ഒരാളെ ജാതി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അതെന്താണ്? ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് പറയാം. എ റിജിഡ് സിസ്റ്റം വേർ സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമിനഡ് ബൈ ബർത്ത് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് ജന്മനാ ലഭിക്കുന്നതാണ് അല്ലെ, അത് റിജിഡ് സിസ്റ്റം ആണ്, നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് ക്ലാസ് സിസ്റ്റം. എ മോർ ഓപ്പൺ സിസ്റ്റം ബേസ്ഡ് ഓൺ വെൽത്ത്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, വേർ മൂവ്മെന്റ് ഈസ് പോസിബിൾ. ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗ വ്യവസ്ഥ. ഒരാളുടെ സമ്പത്ത്, ജോലി, വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കിയതുള്ളതാണത്. നമുക്ക് എഡ്യൂക്കേഷൻ, ഒരു കഠിനാധ്വാനത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ വെൽത്തൊക്കെ കൂട്ടിക്കൂടെ, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഒക്യുപ്പേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാറ്റസ് മാറും അല്ലെ. അപ്പം നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റും. ഇതൊരു ക്ലോസ്ഡ് ടൈപ്പ് അല്ല അല്ലെ, ഇത് ഓപ്പൺ സിസ്റ്റം ആണ്, നമുക്കിത് മാറ്റാൻ സാധിക്കും. അടുത്തതാണ് എസ്റ്റേറ്റ് സിസ്റ്റം. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള പഴയകാല രീതിയാണിത്. എസ്റ്റേറ്റ് സിസ്റ്റം. എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ബേസ്ഡ് ഓൺ ലാൻഡ് ഓണർഷിപ്പ്. അടുത്തതാണ് സ്ലാവറി, അടിമത്തം. എന്താണ് സ്ലാവറി? ആൻ എക്സ്ട്രീം ഫോം ഓഫ് ഇനിക്വാലിറ്റി വേർ ഇൻഡിവിജ്വൽസ് ആർ ഓണേർഡ് ബൈ അതേഴ്സ്. ഒരു മനുഷ്യന്റെ അവകാശം അല്ലെ അധികാരം ആർക്ക് കിട്ടാം? മറ്റൊരു മനുഷ്യന് കൊടുക്കുക അല്ലെ. ഒരാളെ അടിമയായി വെക്കാൻ നമുക്കറിയാം, അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒരാളെ മറ്റൊരാൾ ഉടമസ്ഥതയിലുള്ള സ്വത്തായി കാണുന്ന ഏറ്റവും മോശമായ രീതിയാണ് അല്ലെ. നമ്മൾ പ്രോപ്പർട്ടികളൊക്കെ സ്വന്തമാക്കി വാങ്ങിക്കണ പോലെ നമ്മളൊരു മനുഷ്യനെ അടിമയാക്കി വാങ്ങിക്കുന്നതിനെയാണ് നമ്മളിതിനെ പറയാം. അപ്പോൾ ഇത്ര തരം ടൈപ്പ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്.